PM ശ്രീയിൽ CPIയെ അണുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ചർച്ച നടത്തിയേക്കും. മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച നടത്താതെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വീഴ്ചയാണെന്നാണ് CPIM-ന്റെ വിലയിരുത്തൽ. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ കടുത്ത പ്രതിഷേധത്തിനുള്ള CPI അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ രംഗത്തിറങ്ങും. ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം CPI നേതാക്കളെ മുഖ്യമന്ത്രി നേരിട്ട് കാണും. തിങ്കളാഴ്ച പുനഃപ്രവേലാർ വാരാചരണത്തിന്റെ സമാപനത്തിൽ മുഖ്യമന്ത്രിയും CPI സംസ്ഥാന സെക്രട്ടറിയും ഒരുമിച്ച് വേദി പങ്കിടുന്നുണ്ട്. മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPIയുടെ തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രതിഷേധം രാഷ്ട്രീയ തിരിച്ചടിയുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ഒരുങ്ങുന്നത്. ഇടഞ്ഞു നിൽക്കുന്ന CPIയെ മെരുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് CPIM നേതൃത്വം. ചർച്ച കൂടാതെ ധാരണാപത്രത്തിൽ ഒപ്പിടുന്ന നടപടിയിലേക്ക് പോയത് വിദ്യാഭ്യാസ വകുപ്പിന് വീഴ്ചയാണെന്ന് CPIM നേതൃത്വം വിലയിരുത്തുന്നു. വിദ്യാഭ്യാസ മന്ത്രിയും അത് സമ്മതിക്കുന്നുണ്ട്. PM ശ്രീ പദ്ധതി സംബന്ധിച്ച CPIയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. അങ്ങനത്തെ ഒരു സാഹചര്യം എവിടെയോ നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. അതൊന്നും ഞങ്ങളിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇത് നമ്മുടെ പാർട്ടി തന്നെ അതിനകത്ത് ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കുവാനുള്ള പരിശ്രമത്തിലേക്ക് പോകുക. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെതിരെ CPI മുഖപത്രം ജനയുഗം മുഖപ്രസംഗം എഴുതി. ഫാസിസ്റ്റ് അജണ്ടയ്ക്ക് വഴങ്ങിക്കൂടാൻ തലക്കെട്ടുള്ള മുഖപ്രസംഗത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ പൊടുന്നനെയുള്ള ചൂടുമാറ്റം LDFന്റെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരാണ്. ചർച്ചകളുടെയും സമവായത്തിന്റെയും എല്ലാ സാധ്യതകളും അട്ടിമറിച്ചാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഇത് ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണെന്നും ജനേകം മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.